Good evening friends, ഞാൻ നിങ്ങളുടെ രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ടു സിൽസ് റോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. നെയ്യാറ്റിൻകര കഴിഞ്ഞിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി സൺസെറ്റൊക്കെ കാണാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ പള്ളിച്ചലായി. നേരത്തെ മുമ്പ് പറയാൻ പോയായിരുന്നു. നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അവിടെ ഒരു ആറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് അതേപോലെ ഒരു വണ്ടർഫുൾ സൺസെറ്റ് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു മൂടിയ ഒരു സമയമായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞങ്ങൾ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ പോവുകയാണ്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള പുള്ളിയുമായിട്ടാണ് പോകുന്നത്. പുള്ളിയുടെ കാറിലാണ്. ഞാൻ എൻ്റെ കാർ എടുത്തില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു മാരുതിയുടെ ഒരു നോർമൽ ആദ്യകാലത്തെ ഒരു കാറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പം എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ട്. പുള്ളി ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളായിട്ട് വന്നതാണ്. അപ്പോൾ ആളുകൊണ്ട് രണ്ടുപേർക്കും വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവർ ക്രൂ ചേഞ്ച് ചെയ്തു. ഞാൻ ഇത്രയും സമയം ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പള്ളിച്ചൽ വരെ. അപ്പോൾ ഇവിടുന്ന് എൻ്റെ സുഹൃത്താണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ NH ആണ്. പഴയ NH 47, ഇപ്പോഴത്തെ NH 66. ഇത് നമ്മുടെ വെടിവെച്ചാൻ കോവിലാണ്. ഇവിടുത്തെ പ്രത്യേകത ഏത് സമയത്തും വെടി ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല റോഡാണ്. കണ്ടില്ലേ, ഇപ്പോൾ റെഡിയാക്കിയതേ ഉള്ളൂ. ഒരളങ്കാലിൽ സബ് കൊടുത്ത് ചെയ്യിപ്പിച്ച് എടുത്തേക്കുന്നതാണ് റോഡ്. കണ്ടില്ലേ, ഇതിപ്പോൾ ബാലരാമപുരം വരെ നല്ല അടിപൊളി റോഡാണ്. ബാലരാമപുരം തൊട്ട് അങ്ങോട്ട് പുതിയ റോഡ് ചെയ്യാൻ തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇപ്പം നമ്മൾ ബാലരാമപുരം ആവുന്നു. ഇവിടെ വരെ 4 വരി പാതയാണ്. പിന്നെ അങ്ങോട്ട് ഇരട്ടപ്പാതയായിട്ട് മാറുകയാണ്. ഇപ്പം ബാലരാമപുരം ജംഗ്ഷനായിരുന്നു. ഇവിടുന്ന് അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മുടെ കൈത്തറി തെരുവ് വരുന്നത്. ബാലരാമപുരം പട്ട് ഒക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. ഈ ഒരു ട്രാൻസ്ഫോമർ അവിടെ നിന്നുള്ള വഴിയിൽ അകത്തോട്ട് കയറുമ്പോഴാണ് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അവിടെ ഒരു കൈത്തറി സങ്കേതമൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബാലരാമപുരം കഴിഞ്ഞു. ബാലരാമപുരം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഓട്ടോ മാനുഫാക്ചറിങ് സെൻ്ററാണ്. ഇവിടെ വലത് സൈഡിൽ കാണുന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഇലക്ട്രിക് ഓട്ടോകളൊക്കെ കയറ്റി അയക്കുന്നത്. കേരളത്തിൽ നമുക്ക് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കാം ഈ ഓട്ടോയ്ക്ക്. പക്ഷേ തമിഴ്നാട്ടിലോട്ടും അതേപോലെ തന്നെ നേപ്പാളിലോട്ടും ആയാലും ഒക്കെ അവർ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ്. നെയ്യാറ്റിൻകര ആവുന്നത്. അന്ന് മലയടി മല പോയ സമയത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഈ ഒരു ഏരിയകളിലൊന്നും. നമ്മുടെ അമ്പലം മാത്രമേ കാണിച്ചുള്ളായിരുന്നു. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാത്രമേ നമ്മൾ അന്ന് കാണിച്ചുള്ളായിരുന്നു. അപ്പം പോകുന്ന റൂട്ടൊന്നും, കാരണം ബൈക്കിലാണ് അന്ന് പോയത്. നെയ്യാറ്റിൻകരയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഒരു കനാലാണ്.
വഞ്ചിയൊക്കെ പോയിക്കൊണ്ടിരുന്ന കനാലാണ്. ഇപ്പം ആൾക്കാർ കയ്യേറി ഇപ്പം ഒരു കൈവഴി മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഗവൺമെൻറ് നെയ്യാറ്റിൻകര നഗരസഭയുടെ കയ്യിലുള്ള ഒരു ഗ്രൗണ്ടായിരുന്നു നേരത്തെ കണ്ടത്. നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. നെയ്യാറ്റിൻകര സിവിൽ സ്റ്റേഷനാണിത്. വലത് സൈഡിലുള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഇവിടെ നേരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു, ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം 2-3 വർഷത്തോളം എൻ്റെ മാമൻ ഡോക്ടറായിട്ട് ഇരുന്നിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പെരുമ്പഴന്തൂറായി. നെയ്യാറ്റിൻകര കഴിഞ്ഞിട്ട് പെരുമ്പഴന്തൂർ. ഇവിടുന്ന് നേരെ അരുവിപ്പുറത്തിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അരുവിപ്പുറം എന്ന് പറയുന്ന തീർത്ഥാടന ക്ഷേത്രം, അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കുറച്ച് വിഷ്വൽസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ സമയം 5:15. നേരത്തെ ഒരു ചെറിയ വഴിയായിരുന്നു ഇത്. ഇപ്പോൾ കുറച്ച് വൈഡൻ ചെയ്തിട്ടുണ്ട് റോഡ്. ഇത് പറഞ്ഞല്ലോ, ഇത് നേരത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അരുവിപ്പുറം അമ്പലം എന്ന് പറയുന്നത്. സ്വച്ഛസുന്ദരമായിട്ടുള്ള റോഡാണ്. വലത്തോട്ടാണ് അരുവിപ്പുറം ക്ഷേത്രം. അരുവിപ്പുറം ക്ഷേത്രം മഠമാണ്.